ഹായ് എല്ലാവർക്കും ചെറിയ ബ്ലോസം വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജന. അപ്പോൾ ഞാനിന്ന് വീണ്ടും ഒരു കൊറിയൻ അപ്പാർട്ട്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചത് 10 ലക്ഷം കൊറിയൻ വോണ് മാസം വാടകയുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അതായത് ഏകദേശം 60,000 ഇന്ത്യൻ റുപ്പീസ് റെൻ്റുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് കാണിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് 2 BHK ആണ്. ഇവിടുത്തെ റെൻറ്റ് 4 ലക്ഷം കൊറിയൻ വോണാണ്. അപ്പോൾ ഏകദേശം ഒരു 24,000 ഇന്ത്യൻ റുപ്പീസൊക്കെ ആയിരിക്കും മാസ വാടക. പിന്നെ ഇവിടുത്തെ ഡെപ്പോസിറ്റ് 5 മില്യൺ കൊറിയൻ വോണാണ്. അതായത് കൊറിയയിൽ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ വീടോ വാടകയ്ക്ക് എടുക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിൽ, അതായത് സോളിലെ സൊംബുക്കു എന്നുള്ള ഡിസ്ട്രിക്റ്റിൽ ഏകദേശം 5 മില്യണും 10 മില്യൺ കൊറിയൻ വോണൊക്കെയാണ് ഡെപ്പോസിറ്റ് വരാറ്. അതായത് ഏകദേശം 3 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് മുതൽ 6 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് വരാം. അപ്പോൾ ഈ എമൗണ്ട് നമുക്ക് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വേറെ വീട്ടിലേക്ക് മാറുമ്പോൾ നമുക്ക് തിരിച്ച് കൈ കിട്ടും. അപ്പോൾ ഇവിടെ ഇത് ഞങ്ങളുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെടുത്ത ഒരു അപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ വിദേശത്തു നിന്ന് വരുവാണെങ്കിൽ ഈ കോവിഡ് സിറ്റുവേഷൻ കാരണം 14 ദിവസത്തെ ക്വാറൻറ്റൈൻ നിർബന്ധമാണ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഗവൺമെൻറ് ക്വാറൻറ്റൈനിൽ ഇരിക്കുകയാണെങ്കിൽ 1 ലക്ഷം കൊറിയൻ വോണാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 14 ദിവസത്തേക്ക് 14 ലക്ഷം കൊറിയൻ വോൺ കൊടുക്കണം. അതായത് ഏകദേശം 1 ലക്ഷം ഇന്ത്യൻ റുപ്പീസോളം വരും. അപ്പോൾ ഞങ്ങളുടെ സുഹൃത്ത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോസ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊറിയയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ക്വാറൻറ്റൈനിലിരിക്കുക, അദ്ദേഹം വൈഫും കൂടിയാണ് വരുന്നത്. രണ്ടുപേർക്കും കൂടി ഏകദേശം 2 ലക്ഷം രൂപ ചിലവാകും. അപ്പോൾ അതിന് പകരം വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് അവരുടെ പേരിൽ എഗ്രിമെൻറ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്നിട്ട് സ്വന്തം അപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ക്വാറൻറ്റൈനിലിരിക്കാം. അപ്പോൾ അതാണ് ബെറ്റർ ഓപ്ഷൻ. കാരണം മറ്റേത് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവർ വരുന്നതിന് മുമ്പേ അറേഞ്ച് ചെയ്ത വീടാണിത്. അപ്പോൾ ഈ വീട് ഞാൻ മുഴുവനായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ വീട് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന ചില അബദ്ധങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. കാരണം ഞങ്ങൾക്ക് ഒരു വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. അതെന്താണെന്ന് കൂടി ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം. ഇതാണ് എൻട്രൻസ്. ഇവിടെ എല്ലാ കൊറിയൻ ഹൗസിലും കയറി വരുന്നിടത്ത് ഇങ്ങനൊരു ഷെൽഫ് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് പഴയ അപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ നമ്മൾ ചെരുപ്പ് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷെൽഫാണിത്. ഇനി ഇവിടെ ഒരു എക്സ്ട്രാ ഷെൽഫുണ്ട്. പിന്നെ കയറി വരുന്നിടത്ത് തന്നെ ലെഫ്റ്റിൽ ഇവിടെ ടോയ്ലറ്റാണ്. നേരെ കയറി വരുന്നത് കിച്ചണിലേക്കാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഞങ്ങൾ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കയറിയിട്ട് ആദ്യം തന്നെ വരിക കിച്ചണിലേക്കാണ്. അപ്പോൾ കിച്ചൺ ഹാളും ഒരുമിച്ചായിരിക്കും, സെപ്പറേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതാണ് കിച്ചൺ. ഒരു സിങ്കും. പിന്നെ ഇവിടെ ഇത് പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് പഴയ ബിൽഡിങ്ങിൽ ഈ സാധാരണ ഗ്യാസ് സ്റ്റൗ ആണ് ഉണ്ടാവുക. പിന്നെ ഇവിടെയൊക്കെ കുറേ കബോർഡ് ഉണ്ട് സാധനങ്ങൾക്കൊക്കെ. പിന്നെ ഇവിടെ എക്സോസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സോസ്റ്റിൽ ഇവിടെ നമുക്ക് ലൈറ്റ് ഇടാം, എക്സോസ്റ്റ് ഓണാക്കാം. ഈ ശബ്ദം കേൾക്കുന്നില്ലേ? ഓക്കെ. ഇനി ഇവിടെ പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള സാധനമുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഷെൽഫുണ്ട്. നല്ല നീറ്റാണ്. ഓക്കെ. ഇനി ഇവിടെ ഒരു TV ഉണ്ട്. ഇത് വർക്കിംഗ് ആണോ അല്ലയെന്ന് അറിയില്ല. സാധാരണ ഇവിടുത്തെ നമ്മൾ റെൻറ്റിനെടുക്കാൻ പോകുമ്പോൾ TV കാണാറില്ല. TV നമ്മൾ ഓപ്ഷനിൽ വരാറില്ല. പക്ഷെ ഇവിടെ ഉണ്ട്. അതുപോലെ വൈഫൈ ആണിത്. അപ്പോൾ ഇനി ഇവിടെ സാധാരണ ആൾക്കാർ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഇവിടെ നിലത്തിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ടേബിളാണ്. ആദ്യത്തെ റൂമിലേക്ക് പോവാം. ഇതാണ് ഫസ്റ്റ് റൂം. ഇവിടെ ഒരു അലമാരയുണ്ട്, ഒരു പഠിക്കാൻ പറ്റിയ ടേബിളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അലമാര ഇതാണ്. മൊത്തത്തിൽ അത്ര കുഴപ്പമില്ലാത്ത റൂമാണിത്. ഇവിടെ 2 ചെയറുണ്ട്, ഒരു ടൈം പീസ്, ഒരു വേസ്റ്റ് ബിന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഈ ഡസ്റ്റ് ബിന്നും ടൈം പീസും ഇവിടെ മുമ്പേ താമസിച്ച ആൾക്കാർ ഉപേക്ഷിച്ച് പോയതായിരിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത റൂം കാണാൻ പോവാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് റൂം. ഇവിടെ ഒരു കിടക്കയും കട്ടിലും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കണ്ണാടിയും ഷെൽഫും ചെയറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റാൻഡിങ് AC ഉണ്ട്. പിന്നെ കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ അലമാരകളുണ്ട്.
ഈ അലമാരയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് തുറന്നു നോക്കാം. നല്ല അലമാരയാണ്. ഞങ്ങളിവിടെ എത്തിയത് 2019 നവംബറിലാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് 2-3 വീട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറി. അപ്പോഴും ഞങ്ങൾ 2-3 വീടൊക്കെ പോയി കണ്ടിരുന്നു. പക്ഷേ ഒരു വീട്ടിലും ഇങ്ങനെ കട്ടിലും കിടക്കയും കണ്ടിട്ടില്ല. എല്ലാ സ്ഥലത്തും നമ്മൾ സ്വന്തമായിട്ട് കിടക്കയൊക്കെ വാങ്ങിക്കാറാണ് പതിവ്. അല്ലെങ്കിൽ കിടക്ക ചിലർ തരും, പക്ഷേ കട്ടിലുണ്ടാവാറില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു റെൻറ്റിനെടുക്കുന്നത്. അതായത് ഒരു 4 ലക്ഷം കുറയും മോണൊക്കെ ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ കട്ടിലും കിടക്കയും കാണുന്നത്. 10 ലക്ഷം കുറയും മോണൊക്കെ ഉള്ള അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കട്ടിലും കിടക്കയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ കിടക്കയും കട്ടിലും ഉണ്ട്. ഇത് മുമ്പേ താമസിച്ചവർ ഉപേക്ഷിച്ചത് പോയതാണോ അല്ലെങ്കിൽ ഓണർ തരുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഈ 4 ലക്ഷം കൊറിയൻ വോണിന് ഈ ഏരിയയിൽ, ഈ സൊമ്പുക്കു എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ കൊമ്യൂൺ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തുള്ള ഈ ഏരിയയിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഇനി നമുക്ക് ബാൽക്കണി നോക്കാം. ഇവിടെയാണ് ബാൽക്കണി. ഇവിടെ ഒരു വലിയ ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ഉണക്കാനിടാൻ പറ്റുന്നൊരു സാധനമുണ്ട്. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ടോയ്ലറ്റ് നോക്കാം. ഇതാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റ് വലിയ വലിപ്പമില്ല, പക്ഷെ നീറ്റാണ്. ഇതാണ് ടോയ്ലറ്റ്. ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയൊരു ഷെൽഫാണ് ടോയ്ലറ്റിനുള്ളിൽ. പിന്നെ ഇനി ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നു, നമുക്ക് റൂമൊക്കെ എടുക്കുമ്പോൾ ഇവിടെ ഭാഷയുടെയും പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ അറിയാത്തതിൻ്റെയും കാരണത്താൽ ചില പണികൾ കിട്ടാറുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് അതുപോലൊരു നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഈ വീട്ടിൽ ഗ്യാസ് സ്റ്റൗ ഇല്ലായിരുന്നു. ഗ്യാസ് സ്റ്റൗ അതൊരു ഗ്യാസ് സ്റ്റൗ ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാസ് സ്റ്റൗ 2 പേര് താമസിക്കുന്ന ഒരു വീട്ടിൽ സഫിഷ്യൻ്റ് ആയിരിക്കില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ ഒരു ഓവനും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ താമസിച്ച് പോയ ആൾക്കാർ ഉപയോഗിച്ച പാത്രങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാസ് സ്റ്റൗ 2 പേർക്ക് താമസിക്കുമ്പോൾ മതിയാവില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളൊരു പുതിയ ഗ്യാസ് സ്റ്റൗ ഓർഡർ ചെയ്തു ഇന്നലെ. അപ്പോൾ ഇവിടെ ഓർഡർ ചെയ്താൽ ഒരു ദിവസത്തിനുള്ളിലൊക്കെ സാധനം കിട്ടും. ഭയങ്കര ഫാസ്റ്റാണ് ഇവിടുത്തെ ഓൺലൈൻ ഡെലിവറിയൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കൂപ്പാങ് എന്നുള്ളൊരു ഓൺലൈൻ ഡെലിവറി സൈറ്റിൽ ഗ്യാസ് സ്റ്റൗ ഓർഡർ ചെയ്തു. ഇതാണ് ഗ്യാസ് സ്റ്റൗ. അപ്പോൾ ഇവിടെ ഗ്യാസ് കണക്ഷൻ ഇല്ലായിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്യാസ് നമ്മളെ നാട്ടിലെ പോലെ ഗ്യാസ് സിലിണ്ടറല്ല, ഈ പൈപ്പിലൂടെയാണ് ഗ്യാസ് വരുന്നത്. അപ്പോൾ ഇത് നേരെ ഈ സ്റ്റൗവായിട്ട് കണക്ട് ചെയ്യും. ഉപയോഗിക്കുന്നതിനനുസരിച്ച് മന്ത്ലി ബില്ല് വരികയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് വരും. പിന്നെ നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്യാം. അത് ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൽ 2 ബാറ്ററി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അറിയാതെ ഇതൊക്കെ ഓൺ ചെയ്ത് വെച്ച് പോവുകയാണെങ്കിൽ ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും പാനൊക്കെ വെച്ച് നമ്മൾ ഓഫ് ചെയ്യാൻ മറന്നുപോയിട്ട് പോവുകയാണെങ്കിൽ അത് അടിയിലൊക്കെ പിടിക്കുന്ന സമയത്ത് പൊതുവെ ഇത് മിനിമത്തിലേക്ക് മാറും, ഈ ഫ്ലെയിം കുറയും. അപ്പോൾ ഒരു കമ്പനിയുടെ നല്ല ഗ്യാസ് സ്റ്റൗ ആണിത്. പക്ഷേ ഞങ്ങൾക്ക് പറ്റിയ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ ഗ്യാസ് സ്റ്റൗ എന്ന് പറയുമ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ ഒന്നും പേടിക്കാനില്ല, ജസ്റ്റ് ഗ്യാസ് സ്റ്റൗ കൂപ്പാങ്ങിൽ സെർച്ച് ചെയ്ത് ഓർഡർ ചെയ്യാമെന്ന്. ഇവിടെ ഓർഡർ ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ 2 കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന് LPG LNGയും 2 തരത്തിലുള്ള ഗ്യാസ് സ്റ്റൗ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് വിചാരിച്ചു. LPG ഗ്യാസ് സ്റ്റൗ ഓർഡർ ചെയ്തു. ഇവിടെ ആൾ ഫിക്സ് ചെയ്യാൻ വന്നപ്പോഴാണ് LPG ആയിരുന്നില്ല, LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് സ്റ്റൗ ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളാണെങ്കിൽ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ പാക്കേജ് ഓപ്പൺ ചെയ്തു ഇവിടെ വെച്ചും പോയി. ഇനിയിപ്പോൾ റീപ്ലേസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരേ ഒരു വഴിയുള്ളത് പുറകിലുള്ള ഇവിടെയുള്ള നോസിൽ മാറ്റിയിട്ട് LNGൻ്റെ നോസിൽ വെക്കാനാണ് റിപ്പയർ ചെയ്യുന്ന ആൾ പറഞ്ഞത്, കണക്ട് ചെയ്യാമെന്ന ആൾ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അതിന് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഈ റിനൈ എന്നുള്ള കമ്പനിയിൽ വിളിച്ചിട്ട് LPGക്ക് പകരം LNGൻ്റെ നോസിൽ വേണമെന്ന് പറയണം. പക്ഷേ
ഇത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതാണ് അതിലും വലിയ ബുദ്ധിമുട്ട്. കാരണം കൊറിയനായിരിക്കും ഇവിടെ എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ നമ്മൾ വിളിച്ച് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് മിക്കപ്പോഴും കാര്യം ഉണ്ടാവുമെന്ന് തോന്നില്ല. അപ്പോൾ നമുക്ക് കൊറിയൻ അറിയാവുന്ന ഏതെങ്കിലും സുഹൃത്തിൻ്റെ സഹായം എപ്പോഴും ആവശ്യമായിട്ട് വരും. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ സുഹൃത്ത് ഇവിടെ എത്തും. അപ്പോൾ 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഈ നോസിൽ ഇവിടെ വരുത്തിയിട്ട് ഇത് മാറ്റണം. അങ്ങനെയുള്ളൊരു വലിയ പണി കിട്ടിയിരിക്കുകയാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പണി. അപ്പോൾ ഇതുപോലെ ഓരോ സമയത്ത് ഓരോ അബദ്ധങ്ങൾ പറ്റും. പിന്നെ ഭാഷ, നമുക്കിവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഭാഷയുടെ കാര്യത്തിലാണ്. കാരണം നമ്മൾ ഇങ്ങനെയുള്ള ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരാളെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞ് സാധനം വരാനൊക്കെ കുറച്ച് സമയം എടുക്കുമായിരിക്കും. പക്ഷെ ഇവിടെ വിളിച്ച് കാര്യം പറഞ്ഞ് ഒരാളെ അറിയിക്കാനുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷേ ബാക്കിയെല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് നടക്കും. ഇപ്പോൾ ഇന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നാളെ സാധനം വരും. ഇന്നിപ്പോൾ ഒരു ഏജൻറ്റിനെ വിളിക്കുകയാണെങ്കിൽ നാളെ തന്നെ അവർ വന്നിട്ട് ഇത് കണക്ട് ചെയ്ത് തരും. എല്ലാം വളരെ പെട്ടെന്നാണ്. നമുക്ക് വൈഫൈ വേണമെങ്കിൽ നമ്മൾ അവരെ വിളിക്കുക, അവർ പിറ്റേ ദിവസം തന്നെ വന്ന് കണക്ട് ചെയ്ത് തരും. എല്ലാവരും പെട്ടെന്ന് വരും, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. പക്ഷേ കമ്മ്യൂണിക്കേഷൻ അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾക്ക് നാളെ തന്നെ ഇവരെ വിളിച്ച് ഇത് LPGയുടെ നോസിലിന് പകരം LNGൻ്റെ നോസിൽ ആക്കണം. അതൊരു വലിയ പണിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ കൊറിയയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർ നിങ്ങൾ വരുന്ന സ്ഥലത്ത് ഗ്യാസ് സ്റ്റൗ ഇല്ലെങ്കിൽ ഒരിക്കലും LPGയുടെ സ്റ്റൗ വാങ്ങിക്കരുത്. അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.